അമ്മ തള്ളച്ചുണ്ട് പറ്റണല്ലോ വെച്ച്. അപ്പൊ കേടികളെ, വെൽക്കം ടു ഫുഡ് ഗഡീസ്. ഇന്നത്തെ ഒരു തമാശയും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ പ്ലേറ്റ് മാത്രമേ ഉള്ളൂ ഫുഡ് റിവ്യൂ ചെയ്യാനായിട്ട്. എൻ്റെ സുഹൃത്ത് ശരത്ത്, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണമാണ് ഇന്ന് ഞാൻ എടുക്കണേ. ഇത് റിവ്യൂ പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. എല്ലാ ദിവസവും ഞാൻ ആവറേജ് ഉച്ചക്കത്തെ ഭക്ഷണം ഈ കണ്ടെയ്നറിന പുള്ളി 2-3 തരം കറികളൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കും. വീട്ടിൽ നിന്ന് അവന്റെ അമ്മ നല്ല രുചിയിൽ ഉണ്ടാക്കി കൊടുക്കും. നല്ല ബെസ്റ്റ് മീൻകറി, അമ്മയുടെ നല്ല കിടക്കാച്ചി തൃശ്ശൂർ പാലൊഴിച്ച മീൻകറി നല്ല രസമായിട്ട് ഉണ്ടാക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ഞങ്ങൾ ഉച്ചയ്ക്ക് ഈ നമ്മളുടെ ഓഫീസിൽ ഭക്ഷണം കഴിക്കുന്നത് നമുക്കൊന്ന് വീഡിയോ എടുക്കാം. മാത്രമല്ല, നമ്മൾ അന്നൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ആസ്പാസിന്റെ, അതൊന്നും നമുക്കൊന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യാം. അതായത് ഞങ്ങള് ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട് ആസ്പാസ് എന്ന് പറഞ്ഞിട്ട്. എന്റെ പാർട്ട്ണറാന്ന് ഞാൻ പറഞ്ഞല്ലോ, പ്രൈമേറ്റിനൊക്കെ ഉണ്ട്. 2-3-4 പേരുണ്ട് ഞങ്ങള് പാർട്ട്നേഴ്സ് ആയിട്ട്. അദ്ദേഹമാണ് ഞങ്ങൾ മാർക്കറ്റിംഗിന്റെ ആളുണ്ടാ. പുള്ളിയാണ് ശരിക്കും പറയണ്ടേ. നമുക്കൊരു ഹെൽത്തുമായി ബന്ധപ്പെടുന്ന എല്ലാ സർവീസിനും നമുക്കൊരു ഒറ്റ അപ്ലിക്കേഷനിൽ ഇതിലാണ് നമ്മുടെ ആസ്പാസിന്റെ അപ്ലിക്കേഷൻ വരുന്നത്. ലബോറട്ടറി സർവീസ് ആയാലും നഴ്സിംഗ് കെയർ ആയാലും ഡോക്ടേഴ്സിന് ബുക്ക് ചെയ്യലായാലും, ഡോക്ടേഴ്സിന് നമ്മളിപ്പോൾ ജസ്റ്റ് ട്രയൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഡോക്ടേഴ്സിന് ബുക്ക് ചെയ്യലായാലും ഇനി ഡോക്ടേഴ്സിന് കൺസൾട്ടേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ ഫെസിലിറ്റി നമ്മുടെ അപ്ലിക്കേഷനിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി കൊറോണയോ അല്ലെങ്കിൽ ഹർത്താലോ എന്ത് കാര്യം വന്നാലും നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്ന ഒരു ഫുൾ ഫ്ലെഡ്ജ് ചെയ്തിട്ടുള്ള അപ്ലിക്കേഷനാണ്. പിന്നെ അതുപോലെ തന്നെ ഡോക്ടേഴ്സ് സെയിം മെഡിസിൻസ് തന്നെ നമുക്ക് വീട്ടിൽ കിട്ടും. മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഇനി ക്യൂ നിന്നിട്ട് നിങ്ങളുടെ സമയം കളയണ്ട. കൊറോണ വീട്ടിൽ മേടിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല. മരുന്ന് വീട്ടിൽ കിട്ടും, ഹോം നഴ്സിംഗ് കെയർ വീട്ടിൽ കിട്ടും. അപ്പോൾ പ്ലേ സ്റ്റോറിൽ കയറാം, ആസ്പാസ് വെരി നിയർ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സുഹൃത്തുക്കൾക്കോ വയസ്സായിട്ടുള്ള ആൾക്കാർക്കോ മരുന്ന് സ്ഥിരമായിട്ട് മേടിക്കുന്ന ആൾക്കാർക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് റെക്കമെൻഡ് ചെയ്യണേ. ഞാൻ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് www.aspaslife.com എന്ന വെബ്സൈറ്റിൽ നമുക്ക് സെയിം ഫെസിലിറ്റികൾ കിട്ടും. മാത്രമല്ല വേറൊരു കാര്യം ചെയ്യാം, ആസ്പാസ് ആപ്ലിക്കേഷന്റെ മൊബൈൽ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഓഫീസിലത്തെ എൻ്റെ ഒരു ഉച്ചൂണാണ് ഈ കാണിക്കണേ. അപ്പോൾ ഈ ഉച്ചൂണിന്റെ പിന്നിൽ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. ഊണ് കണ്ട, നല്ല ചോറും, നല്ല ബെസ്റ്റ് ചോറും പയറ് വീട്ടിലുണ്ടായതല്ലേ. പയറ് വീട്ടിലെത്തിയ നല്ല മാങ്ങിട്ട വീട്ടിലത്തെയാണ്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിന്റെ ഒരു പരിചയമുള്ള വീട്ടിൽ തന്നെ മാങ്ങിട്ട അങ്കമാലി മാങ്ങക്കറി. പിന്നെ സ്ഥിരമായിട്ട് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കോഴിമുട്ട. പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ കോഴിമുട്ട ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുന്നത് ഈ കണ്ടെയ്നറിന്ന്. ഇദ്ദേഹത്തിന്റെ അമ്മ നല്ലൊരു പാചകം ചെയ്യുന്ന നല്ല കൈപ്പുണ്യുള്ള ഒരു അമ്മച്ചിയ. ശരത്തെ പൊന്നോ, ഇങ്ങനെ ചോറ് തന്നാൽ പറ്റില്ല. ഞാൻ ഒരു ദിവസം നേരെ വീട്ടിൽ വന്നിട്ട് നമുക്കൊരു വീഡിയോ എടുക്കണം. അമ്മയുടെ ഒരു വെറൈറ്റി സ്പെഷ്യൽ ഐറ്റം ആയിട്ട് നമുക്ക് ഈ എന്താ പറയാ, മമ്മിക്ക് ഫുഡ് ഉണ്ടാക്കുക ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അയ്യോ, എനിക്ക് ഇങ്ങനെ ഒരു അമ്മച്ചിനെ കിട്ടിയ ഞാൻ സന്തോഷമായി. വീട്ടിലൊക്കെ കഴിക്കാന്നുള്ളതാണ് എന്റെ സന്തോഷം. വീട്ടിൽ പെരുന്നാളെങ്കിലല്ലേ, പെരുന്നാളൊക്കെ ഒരു പരിചയം വീട്ടിലേക്ക് കാറ്ററിംഗ് ഭക്ഷണം ഡാഡി മമ്മിയും വീട്ടിൽ വെക്കാനുള്ള പരിപാടി മാത്രമേ പറയുള്ളൂ. ഓക്കെ. അപ്പൊ ഇനി 50 ആൾ വന്നാലും 25 ആൾ വന്നാലും 30 ആൾ വന്നാലും മമ്മി വീട്ടിൽ വെക്കാൻ കോൺഫിഡന്റ് ആ. അപ്പൊ നമ്മള് നേരെ ഈ ഭക്ഷണം കഴിച്ചിട്ട് ഈവനിങ്ങില് തന്നെ ലേറ്റ് ആവണ്ട, ഹോട്ടലൊക്കെ കൂട്ടിയാൽ വീഡിയോ ഇല്ല. നേരെ പുള്ളിയുടെ വീട്ടിൽ പോയിട്ട് നമുക്കൊരു കിടുക്കാച്ചി റെസിപ്പിയും കുക്കിങ്ങും നമുക്ക് വേറെ പ്ലാൻ ചെയ്യാം. ആദ്യം നമുക്ക് ഈ ഭക്ഷണം ഒന്ന് എടുക്കാം. അപ്പോൾ ഞങ്ങൾ അന്ന് ഭക്ഷണം കഴിക്കട്ടെ. അപ്പോ എന്റെ സ്വന്തമായിട്ട് ഈ പ്ലേറ്റ് മാത്രമല്ലോ, ഇത്രയും വലിയ പാത്രത്തിലാണ് അവന്റെ അമ്മ ചോറ് കൊടുത്ത് വരുന്നത്. സത്യത്തില് എനിക്കും കൂടിയിട്ടും വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നണത്. ഇവന് ഒറ്റയ്ക്ക് കഴിക്കുമെന്ന് അറിയില്ല. എന്നാലും എന്തായാലും ശരത്തിന്റെ പകുതി ചോറിഞ്ഞെടുത്തൂടാ. അയ്യോ, കറികൾ കുറച്ച് കൂടുതലായിട്ട് വന്നിട്ട് എന്റെ കുറച്ച് കറി ഇതിൽ കൊടുക്കുന്നുണ്ട്. ചോറ് കിട്ടോ, കറിയേ മറ്റേ കറി ഇങ്ങോട്ട് കൂടുതലായി ചാടി. അപ്പൊ അത് കറി മാത്രം വന്നു. അപ്പൊ ഇതിലൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല അങ്കമാലി മാങ്ങക്കറി, നൈസ് മാങ്ങക്കറി, പിന്നെ നാടൻ മുട്ട എന്ന് പറഞ്ഞ പുള്ളിയുടെ വീട്ടിൽ നല്ല കോഴികളും ഇടയ്ക്കിടയ്ക്ക് നാടൻ കോഴിനൊക്കെ കറി വെച്ച് കൊടുത്തു വിടും അമ്മ. കുഞ്ഞുമോന് വേണ്ടിയിട്ട്, പൊന്നുമോന് വേണ്ടിയിട്ട് നമ്മളെ കൂടി കഴിക്കും. അപ്പോ പറഞ്ഞ പോലെ ഈ ഫുഡ് കഴിച്ചിട്ട് നേരെ ശരത്തിന്റെ വീട്ടിലേക്ക് ഇന്ന് ഓഫീസ് കൂട്ടിയിട്ട് നോക്കേണ്ട കാര്യമില്ല. കിടക്കാച്ചി ഒരു വീഡിയോ ഇതിന് പിന്നില് വേറെ കട്ടക്ക് വരും. അപ്പൊ ഇടയ്ക്കുള്ള കടികള് ഒരു കാര്യം പറയാൻ പറഞ്ഞു, 30,000 നമ്മുടെ സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞു. വലിയ സന്തോഷം. അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ അടുത്തൊരു ഷൂട്ടാണ്. അതിന്റെ ഇടയിൽ ഇന്നലെ ഒരു വീഡിയോ ഇട്ടില്ലേ, പണ്ട് ഞാൻ ചെയ്തു വെച്ചൊരു വീഡിയോ ഉണ്ട്. എനിക്കൊരു കോൺഫിഡൻസ് കുറവും ഞാൻ എന്റെ വെപ്രാളും ബർഗറിന്റെ. അപ്പോ അതാണ് ഇന്നലെ ഇട്ടെ. നമ്മളുടെ
എന്താ പറയാ അവനാഴിലത്തെ അമ്പുകളൊക്കെ കഴിഞ്ഞു. ഇനി പക്ഷെ ആദ്യമായിട്ട് ചെയ്യുമ്പോഴേ ഒരു വെപ്രാവും ടെൻഷനും എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും അറിയാണ്ട് ഞാൻ വേഗം ചെയ്തായിരുന്നു. അത് ലാസ്റ്റത്തെ ഒരു വീഡിയോ എടുത്ത് ഞാൻ അതുകൊണ്ടാണ് ഇന്നലെ ഇട്ടേ. അപ്പോൾ ഇനി ഒന്നും പറയുന്നില്ല, ഫുഡ് കഴിക്കുക, നേരെ ശരത്തിന്റെ വീട്ടിലേക്ക്. ഓഫീസിന്റെ ടൈം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരുന്ന എൻ്റെ ഓഫീസിൽ എൻ്റെ ടാബും ഗ്യാസ് പാസിന്റെ ശരിക്കുള്ള ഞാൻ ഇതാണ് കിട്ടുക. ഇപ്പോ വേറൊരു ഷോപ്പ് എനിക്കുണ്ട്, ആൻഡം എന്ന് പറഞ്ഞിട്ട്. അവിടെ പോയിട്ട് മുടി വെട്ടി അവർ ഡൈച്ച് ഇത് കളറടിച്ച് വിടുന്നോണ്ടാണ് നമ്മൾ ഇങ്ങനെ നടക്കുന്നത്. അല്ലെങ്കിൽ ശരിക്കും ഇതാണ് എന്റെ കോലം. അപ്പോ പറഞ്ഞ പോലെ ഭക്ഷണം കഴിച്ച് നമുക്ക് നേരെ ശരത്തിന് വേണ്ടി പോവാം. റൈറ്റ്. നല്ല അങ്കമാലി വാങ്ങക്ക് കൂട്ടിയിട്ടുള്ള ഊണ്, ഒരു പ്ലേറ്റ് മാത്രം നമ്മുടെ ചോറ് കണ്ടെയ്നർ എന്നും. സ്ഥിരം പുള്ളി ചോറ് കൊണ്ടുവരുന്ന പാത്രം ഇതാട്ടോ, സ്ഥിരം. പിന്നെ ഒരു തുണ്ട് ചോറ് വേസ്റ്റ് ആവാറില്ല. ഞാനുണ്ടല്ലോ ഇവിടെ അല്ലേ. ഓഫീസ് കഴിഞ്ഞ് നേരെ കുളിച്ച് കുട്ടപ്പനായി ശരത്തിൻ്റെ വീട്ടിലേക്ക്. ഇവർ പഴയ ഒരു കൃഷിക്കാരുടെ കുടുംബമാണ് കേട്ടോ. നെൽകൃഷിയൊക്കെ നന്നായിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇവരുടെ പഴയ തൊഴുത്ത്. ഇപ്പം കന്നാലിയൊന്നും ഇല്ല. പുള്ളിയുടെ അപ്പൻ മാഷായതുകൊണ്ടേ അവിടെ നല്ല അന്തസ്സായിട്ട് ട്യൂഷൻ എടുക്കുന്നുണ്ട്. റിട്ടയർഡ് ആയിട്ടപ്പോൾ കാണുന്നു മണി അടിക്കന്നെ. വഴി കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമായിട്ടാ. ആ ഗോഡൌണുള്ള കാരണം കൊണ്ട് അഡാട്ടിന്റെ ഗോഡൌൺ ചോദിച്ചു കഴിഞ്ഞാൽ കയറുന്നൊക്കെ മുമ്പേ ആ ചായ മീൻസ് ഇല്ലേ എന്നും ഓഫീസിൽ കൊണ്ടുവരാറില്ലേ കറി വെച്ചിട്ട്, അതൊന്നും എനിക്ക് കാണണം. അമ്മോ നിറച്ച് പ്രാവിന്റെ കൂടുണ്ടല്ലോ. നിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കലാകാരുണ്ടല്ലേ. എന്റെ കടയില്ല, ഇതിന്റെ അടിയാണ് ഇതിന്റെ എല്ലാത്തിന്റെയും ഓവറോൾ സെറ്റപ്പ് കാര്യങ്ങള്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആഫ്രിക്കൻ ലവ് ബേർഡ്സ്, ലവ് ബേർഡ്സ്, ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ഉണ്ടല്ലേ. അത് ഇതിന്റെ റേറ്റിംഗ് കെട്ടി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. എത്ര പേരണേ ആഫ്രിക്കൻ ലവ് ബേർഡ്സിന്? വെറും 3500 രൂപ ഒരു ജോഡി. എന്തോ ബിരിയാണി മേടിച്ച് ഇത് മാത്രല്ല, തീറ്റ എന്ന് പറയുന്ന ഒരാഴ്ചക്ക് ചുരുക്കിയിട്ട് അത്യാവശ്യം പറഞ്ഞ ഒരു സൂര്യകത്തേക്ക് സൂര്യകാന്തികത്തേക്ക് കൊണ്ടുപോയി 4 പേരത്തേക്കും ഒരാഴ്ചത്തേക്കുള്ള 150 രൂപ ഒരു കിലോ ബിരിയാണി. അപ്പൊ മേടിക്കാം. ഇത് മാത്രം പോരാ, ഇതിൽ തന്നെ വേണം, പിന്നെ കമ്പ് വേണം, മണിച്ചോളം വേണം, കുറച്ച് ഐറ്റംസ് ഉണ്ട്. മിക്സ് ചെയ്ത ഫീഡ് മിക്സ് ആയിട്ട് കൊടുക്കുക. ശരി ശരി. ഇതൊക്കെ ഒരു നല്ല കർഷകനാണ് കേട്ടാ. നമ്മുടെ കൂടെ കച്ചവടമൊക്കെ ചെയ്യുമ്പോഴും പുള്ളി രാവിലെ സമയം പാടത്തും പറമ്പിലും നെൽകൃഷിയും ബഹളൊക്കെ ആയിട്ടാണ് പുള്ളിയുടെ കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ടാണ് പുള്ളി ഇങ്ങോട്ട് വരിക. ഇവിടെ വേറെ കോഴിയൊക്കെ ഉണ്ടല്ലോ. ആ കോഴികള്, താറാവ്, ശരി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ ചെറിയൊരു അരമ്പിലാണ് കോഴികളൊക്കെ. ഈ വർഷക്കാലം വരുന്ന കൂടിയിട്ട് ക്ലൈമറ്റ് ചേഞ്ച് വരില്ലേ, വർഷക്കാലം വേനൽക്കാലം ചേഞ്ച് വരില്ലേ, ആ ചേഞ്ച് വരുന്ന കൂടിയിട്ട് ചെറിയൊരു അസ്കില പോലെ സാധനം വരും, കോഴി വസന്ത. നമുക്ക് ഉണ്ടാവില്ലേ, ക്ലൈമറ്റ് മാറുമ്പോൾ ചെറിയ പനി, സന്തോഷം, അതേപോലെ തന്നെ പറ്റിക്കും ഒരു സാധനം വരും. ഇതാണ് ചായ മീൻസാ. ഇതാണ് ചായ മീൻസ് അല്ലേ. ഇതാണ് ഓഫീസിലേക്ക് നീ എപ്പോഴും കറി വെച്ചിട്ട് കൊണ്ടുവരാം. എന്ത് രസമാണ് ഇത് കഴിക്കാൻ. എന്തായാലും എനിക്ക് പോകുമ്പോഴേ 4 തണ്ട് വേണം കേട്ടോ. ഓൾറെഡി വെട്ടി വെച്ചിട്ടുണ്ട്. അതെ, ഓക്കെ. ഇതേ ഐറ്റം അല്ലേ, ഇതന്നെ സാധനം. പിന്നെ ബബ്ലൂസ് നാരങ്ങ, ഇരുമാമ്പുളി, മുട്ടപ്പഴം. അത്യാവശ്യം പറമ്പുണ്ടല്ലോടാ. ഇത് എത്ര സെന്റ്? ഇതൊരു 67 സെന്റിന്റെ അടുത്ത് ഉണ്ട്. പാടം കൂടാണ്ട്. പാടം ഇതുമായി ബന്ധം ശരിക്കില്ല. പിന്നെ ഇറങ്ങി കഴിഞ്ഞ പാടാന്ന് മാത്രം. ഓക്കെ ഓക്കെ. നിറച്ച് കോഴി നിൽക്കണ്ടല്ലോ. നമ്മൾ പിടിച്ച് കറി വെച്ചാലോ. ഈ കോഴികളുടെ മുട്ടയാണ് നമ്മുടെ ഓഫീസിൽ കൊണ്ടുവന്ന് നമ്മൾ കഴിക്കുന്നത്. നമ്മള് കറി വെച്ചാൽ അത് കഴിക്കാൻ പറ്റില്ലല്ലോ. അത് ശരിയാ. പിന്നെ വേണ്ട, അത്യാവശ്യം വേണ്ട ചെറിയ ചെറിയ അല്ലറ പച്ചക്കറികള്, പറമ്പ് ബഹളം അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇവിടെ ഇടയ്ക്ക് കീരി, പട്ടി, കോഴി മൽപ്പിടുത്തങ്ങളുണ്ടാവും. ഇത് നമ്മുടെ ചങ്ങാതിയുടെ പറമ്പിന്റെ ബാക്കാണ് കേട്ടോ. അന്നത്തെ പ്രളയത്തിൽ വന്നവിടെ വെള്ളം. ഇത് ഇവിടെ സ്വിമ്മിംഗ് പൂളായിരുന്നു. നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം സ്വിമ്മിംഗ് പൂളായിരുന്നു. അതെ, ശരി. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീന്തി തുടുത്ത് കളിക്കായിരുന്നു. വെള്ളപ്പൊക്കം അല്ലേ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിനോടേക്ക് വെള്ളം കയറിയാ? വീട്ടിലേക്ക് വെള്ളം കയറിയില്ല. നമുക്ക് നോർമലി എല്ലാ വർഷം വരില്ലേ, അത് നല്ല മഴ കണക്കുന്ന സമയത്ത് ഈ തിട്ടിന്റെ ഒപ്പം വെള്ളത്തും. ഇങ്ങടെ ഈ തിട്ടൽ ഈ വെള്ളം കയറില്ല. പക്ഷെ ആ പ്രളയത്തിന്റെ സമയത്ത് ഈ തിട്ടയില് ഒരു ഇത്രത്തോളം തന്നെ വെള്ളം ഉണ്ടായിരുന്നു. നിന്റെ വീടിന്റെ അതിർത്തിയാണ്. വല്യപ്പന്റെ വീട്ടിൽ വെള്ളം കയറിയിരുന്നു. വല്യപ്പന്റെ വീട് ഇവിടുന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു 50 തൊട്ട് കൊണ്ട് പോയാൽ അടുത്തൊരു വളവിനോട് കൂട്ടിട്ട് വല്യപ്പന്റെ വീട് വരണം. അവരുടെ വീടിന്റെ അകത്ത് വരെ വെള്ളം കയറിയിരുന്നു. അയ്യോ, എളുപ്പമല്ലാട്ട വെള്ളം കയറാന്ന് പറയുന്നത്. നമുക്കൊക്കെ വല്ല എപ്പോഴും തവണ കയറും. ആ പ്രളയത്തിൽ ഞങ്ങൾ പേടിപ്പിച്ച സാധനം ഉണ്ടായിരുന്നു. കാരണം റെഗുലേറ്ററിന്റെ ഉള്ളില്
ചണ്ടി വന്ന് അടഞ്ഞിട്ട് വെള്ളം പൊന്തെന്ന് പറഞ്ഞു. കളക്ടറിന്റെ അടുത്ത് പെട്ടെന്ന് തന്നെ പറഞ്ഞു പാടം ഈ തീരദേശത്ത് താമസിക്കുന്ന എല്ലാവരും പെട്ടെന്ന് ഷിഫ്റ്റ് ആയിക്കോളും പറഞ്ഞു. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും തിരിച്ചറിയിപ്പ് വന്നു. കുഴപ്പമില്ല, റെഗുലേറ്ററിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന സംഭവം മാറി. കാരണം പെട്ടെന്ന് വെള്ളം ബുമ്മുകൊണ്ട് പൊന്തി. കാരണം ഇത്ര പേരുടെ എല്ലാവിടെ നിന്നുള്ള വെള്ളം വന്നു ചേർന്ന് പുഴ വന്ന് പുഴക്കിൽ വന്ന് വിട്ടുക. ഇത് നേരെ പോകുന്നത് തന്നെ മാവിലിക്ക എന്നാണ് പിന്നെ കടലിലേക്ക് വന്നിട്ട് പിന്നെ പെട്ടപ്പെട്ട പിന്നെ എല്ലാവരും അതായത് തൃശ്ശൂർ ജില്ല മാത്രമല്ല ഈ ഭാഗത്ത് പോയി എല്ലായിടത്തും വെള്ളം വന്ന് സ്റ്റോർ ആവുന്ന സ്ഥലം എവിടെയാ വാഴക്കൊല വാഴക്കൊല കണ്ട വാഴക്കൊല ഓണക്കൊല ഇതിന് ഭയങ്കര സ്റ്റോറി ഉണ്ട് ഓഫീസില്. ഞാൻ പിന്നെ അത് നേരം കിട്ടുമ്പോ പറയാം ഈ വാഴക്കൊലയുടെ കഥ. പയറൊക്കെ നടന്നത് ഈ വാത്ത അലക്കില്ലേ? വാത്ത അലക്കും. അവന് ചെറിയൊരു നേരം പോകാനുള്ളത് നമ്മൾ കൊടുക്കണം. കണ്ടമാനം വാത്ത അലക്കി കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് ആ വാത്ത തന്നെ നമ്മൾ അലക്കും അല്ലേ? അത് ശരിക്കും മൂത്ത് നിൽക്കുന്ന സംഭവമാണ്. പൊട്ടിച്ചിട്ടില്ല, പൊട്ടിച്ചത് ഇപ്പൊ 3 തൽക്കാലം കയ്യിൽ കിട്ടിയത് പൊട്ടിച്ചത് മാത്രമാണ്. ഓക്കെ, ഇത് മുള്ളാത്ത അല്ലേ? ഇത് കീമോ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും ട്രീറ്റ്മെന്റില് കഴിഞ്ഞിട്ടുള്ള മുടി വരാവുന്ന സമയത്തേക്കും ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നു. ഇതെല്ലാം സാധനം ഉണ്ടല്ലോ വീട്ടില്. ഇത് റംബൂട്ടാൻ അല്ലേ? റംബൂട്ടാൻ, പിന്നെ വേപ്പില, മറ്റേ അരിനെല്ലി, മുരിങ്ങ, പപ്പക്കായ, അതങ്ങനെ പോകും. അപ്പൊ ഈ സൈഡില് നല്ലൊരു കർഷകനല്ലേ? പിന്നെ നേരം പോക്ക്. പിന്നെ ബേസിക്കലി അല്ല ശരിക്കും ബേസിക്കലി ഒരു കൃഷിക്കാരാണ്. അപ്പൻ കൃത്യമായിട്ട് മാഷാണ്. അപ്പൊ അങ്ങനെ നമ്മളെ ശരത്തിന്റെ വീട്ടിലെത്തി. അപ്പച്ചാ നമസ്കാരം. അപ്പൊ ഇത് മാഷാണ്, ജോണി മാഷ്. ഹിന്ദി അധ്യാപകനായിരുന്നു. റിട്ടയർഡ് ആയി അല്ലേ? ഓക്കെ. ഇപ്പൊ ട്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹോം ട്യൂഷൻ ആണ് ചെയ്യണേ. അപ്പൊ ഓൺലൈനിലാണ് ചെയ്യണേ അല്ലെ? ഓൺലൈനിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഹിന്ദി അല്ലേ നമുക്ക്? അതെ, ഞാൻ അന്നൊരു കാര്യം ചെയ്യട്ടെ. നമ്മളുടെ ഓൺലൈനിലെ ക്ലാസിന്റെ വേണ്ട നമ്പർ, കോൺടാക്ട് നമ്പർ ഞാൻ ഒന്ന് കൊടുക്കട്ടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അല്ലേ? ഓക്കെ, അടിപൊളി. ആയിക്കോട്ടെ. ആൾക്കാർ ഈ പറഞ്ഞ പോലെ പലർക്കും കോൺടാക്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു അവസരം കിട്ടട്ടെ. അളിയ നമസ്കാരം. ഇത് ശരത്തിന്റെ അളിയൻ രാജശ്രീ മോട്ടോഴ്സിൽ ബെൻസിൽ അല്ലേ? ഓക്കെ, കാശ് നാളെ നേരത്തെ എനിക്ക് ബെൻസിൽ വരാനായിട്ട്. അപ്പൊ ബെൻസ് ഒരിക്കലും കാശായിട്ടില്ല. അമ്മച്ചിയെ നമസ്കാരം ഉണ്ട്. ഞാനാണ് അനീഷ്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? അമ്മച്ചി കൊടുത്തുവിടുന്ന കറി മുഴുവൻ പകുതി കഴിക്കുന്നത് ഞാനാ, ചോറ് പ്ലസ് നമ്മുടെ ചായ മീൻസിനെ പോയി കണ്ടിട്ട് ഞാൻ പോകുന്നത്. ഭയങ്കര രസമായിട്ടാണ് അത് വെച്ച് തരണേ. ഇന്ന് ഞാൻ പോകുമ്പോൾ ചായ മീൻസിനെ കുറച്ച് കൊമ്പ് കൊണ്ടുപോകണം. പിന്നെ നമ്മളുടെ ഒരു കുക്കിംഗ് ചാനലുണ്ട്, അത് ഞാൻ ക്യാമറ ആയിട്ട് വന്ന ശരത്ത് പറഞ്ഞില്ലേ? അതെന്തായാലും കുറച്ച് കുക്കിംഗ് പരിപാടി വേണം. അപ്പോൾ കുക്കിങ്ങിന്റെ ഒരു പോർക്കിന്റെ ഒരു ഐറ്റം വെക്കാന്നല്ലേ പറഞ്ഞ്? ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ചിക്കനും നാടൻ കോഴിമുട്ടയുടെ കോഴിമുട്ടയും പ്ലസ് അമ്മച്ചി വെക്കുന്ന ഓൾമോസ്റ്റ് മീൻകറി അടിപൊളിയാട്ടാ. ഞങ്ങളെല്ലാവരും ഓഫീസിലെല്ലാവരും കഴിക്കുന്നതാ, ഗംഭീര. പക്ഷെ ഇവൻ കല്യാണം കഴിച്ച് പാടുപെടാൻ പോണത് അതേപോലെ ടേസ്റ്റിലൊരു ഭക്ഷണം വെക്കുന്ന ഒരാൾ കിട്ടണം. കുഴപ്പമില്ലാന്ന് ആംപ്ലെയറല്ലേ, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ? അതല്ല, അമ്മ വെക്കണതാണ്, കെട്ടണ പെണ്ണ് വെക്കുമ്പോ ആ പെണ്ണ് വെക്കണതാണ്. രണ്ടും വേറെ വേറെ ടേസ്റ്റ് ആണുള്ള കാര്യം മിസ്റ്റർ ശരത് താങ്കൾ മനസ്സിലാക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ കിച്ചണിലേക്ക് അങ്ങോട്ട് കിടക്കാം അല്ലേ? ഓക്കെ അമ്മച്ചി. ശരത്തിന്റെ പെങ്ങളാണ് നിക്കണേ. ചേച്ചിയുടെ പേര് ഒരു കുഴപ്പമുണ്ട്. എന്നെ എല്ലാരും ചീത്ത പറയുന്നതാ. എന്നെക്കാൾ ഇളർന്ന ആൾക്കാരായാലും അല്ലെങ്കിൽ കുറച്ച് മുതിർന്ന ആൾക്കാരായാലും സ്വല്പം ചെറുപ്പമുള്ള ആളായാലും ഞാൻ ചേട്ടാന്നും ചേച്ചിന്ന് വിളിക്കും. നമ്മൾ തൃശ്ശൂർക്കാരെല്ലാവരും കയറി ചേട്ടാന്നും ചേച്ചിന്ന് വിളിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. മാത്രമല്ല സ്ത്രീകളോട് നമ്മളുടെ ഒരു റെസ്പെക്ട് ആണ് കേട്ടോ. അത് ചേച്ചി എന്ന് വിളിക്കുന്നത് ഒരു വലിയ റെസ്പെക്ടോട് വിളിക്കണതാ. ശരിക്കും പറഞ്ഞ ദേഷ്യമില്ലല്ലോ? ഇല്ല. ഓക്കെ, എന്നോട് ശരത്തിനൊരു ചേച്ചി കൂടി ഉണ്ട്, ഗംഭീര പേരാണല്ലോ, ഗ്രീഷ്മ ശിശിര. ഓക്കെ, കാലങ്ങളുടെ പേരിട്ടു, കൃഷിക്കാരനായതുകൊണ്ട് അല്ലേ? ഓക്കെ, അതിന്റെ ഇഷ്ടമായി. പക്ഷെ പേര് ഭയങ്കര രസമായിട്ടുണ്ടല്ലോ പിള്ളേരുടെ. ഇവള് പാനക്കാർക്കാണ് തന്നെയാണ്. മാർച്ച് 20 അപ്പോൾ അതിനനുസരിച്ച് ഗ്രീഷ്മ നിട്ടു. ഓക്കെ, പിന്നെ ശിശിര ജൂണിലാണ് വരുന്നത്. പക്ഷെ അവളുടെ സമയത്തിനേക്കാൾ മുമ്പ് ഇടേണ്ടി വന്നു. അപ്പൊ അവൾക്ക് ഗ്രീഷ്മ നിട്ടപ്പോ അവൾക്ക് ശിശിര നിട്ടു. അപ്പൊ പിന്നെ അടുത്തത് ശരത്ത് നിട്ടു. കാരണം 3ാമത്തത് ആൺകുട്ടി ആവുന്നുള്ള ഒരു പ്രതീക്ഷ എനിക്ക് തോന്നി. ആൺകുട്ടി എന്ന രീതിയിൽ അവന് ആൺകുട്ടി ശരത്ത് നിട്ടു. പിന്നെ ഇനിയുള്ളത് 3 കാലം ബാക്കി കിടക്കുന്നുണ്ട്. അവനെ നിന്നിലാണ് ഇനി പ്രതീക്ഷ.
പിന്നെ നീ മനസ്സിലാക്കുന്നത് 3 കാലം ഇനി ബാലൻസ് ഉള്ളോട്ടാ. അപ്പൊ വർത്താനം പറഞ്ഞു നിന്ന് നേരം വൈകണ്ട, നമുക്ക് നേരം കണ്ട് അടുക്കളയിലേക്ക് കയറാം. അമ്മച്ചി ഇത് പോർക്കിറച്ചി അല്ലേ? ഓക്കെ. അപ്പൊ പോർക്കില് ഇത് ചേരുവയ്ക്ക് എന്താ വരണേ? പോർക്കിൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സബോള, വേപ്പിൻ്റെ ഇല, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ഈ മഞ്ഞൾപ്പൊടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായതാണല്ലോ അല്ലേ? മഞ്ഞൾ ഇഞ്ചിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായതാ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്കിത് തുടങ്ങാം. ഇത് ഈ പോർക്കിനെ എന്തെന്നാ നമ്മൾ പറയുന്നത്? സാധാരണ പോർക്ക് വരട്ടേണ്ടതാണോ അല്ലെങ്കിൽ ഈ രീതി? കൂർഗ് പോർക്ക് കറി അല്ലേ? അപ്പൊ കടക്കന്നെ തുടങ്ങാം നമുക്ക് കേട്ടോ. ആദ്യം നമ്മള് പച്ചമുളക് ചതച്ചിട്ട് ഉള്ളത് അതിലിടണം. പിന്നെ വെളുത്തുള്ളി അതിൽ ചതച്ചിട്ട് ഇട്ടാൽ മതി അല്ലേ? പിന്നെ ഇഞ്ചി ചതച്ചത്. ഓക്കെ. സബോള അരിഞ്ഞത്. ഇത് വലിയ 2 സബോളയാണ്. 2 വലിയ സബോള. അത് ഒരുമിച്ച് അങ്ങനെ ഇടാം അല്ലേ? മസാലയും കാര്യങ്ങളൊന്നും വളർച്ചേണ്ട കാര്യമില്ല അല്ലേ? ഓക്കെ. കറിവേപ്പില 2 തണ്ട്. ഓക്കെ. ഒരു കല്ലുപ്പ് ആവശ്യത്തിന്. ഓക്കെ. മഞ്ഞപ്പൊടി 1/2 സ്പൂൺ. ഇതെല്ലാം കൂടി നല്ലോണം കൂട്ടി തിരുമ്പുക. ഇതിൽ പോർക്ക് ഇട്ടിട്ട് ഇതൊക്കെ കൂട്ടിയിട്ട് വീണ്ടും ഒന്നും കൂടി കൂട്ടി തിരുമ്പുക. ഓക്കെ. അടച്ച് വെച്ച് 3 വിസില്. ഓക്കെ. ചെറു ചൂടില് മല്ലിപ്പൊടി 3 ടീസ്പൂൺ മല്ലിപ്പൊടി. 3 ടീസ്പൂൺ മല്ലിപ്പൊടി അങ്ങനെ തന്നെ ഡയറക്റ്റ് പാനിലിടാ ചെയ്യണല്ലേ നമ്മള്? ഓക്കെ. അതാണ് വലിയൊരു പ്രത്യേകത. സാധാരണ നമ്മൾ ഇതുവരെ ഉള്ള പാചകത്തിലൊന്നും നമ്മൾ എണ്ണ തൊട്ടിട്ടില്ല കേട്ടോ. എല്ലാം കറക്റ്റ് കുക്കറിലിട്ടു, പോർക്കിട്ടു. അതിനുശേഷം മല്ലിപ്പൊടി ഉള്ളതും നേരെ പാനിലേക്ക് കൃത്യമായിട്ട് ഇടാ ചെയ്യണം അല്ലേ? ഇത് മുളക് പൊടിയും നേരെ പാനിലേക്ക് ഡയറക്റ്റ് ഇടാ ചെയ്യണം അല്ലേ? ഇത് കാശ്മീരി ചില്ലിയാണ്. ഓക്കെ. അത് നീ വാരി ഇടണം. ഞാനിത് ചേർച്ചേ. ഇതിനി നല്ലവണ്ണം ചൂടാവണം. അമ്മച്ചിയുടെ കറികൾ മുഴുവൻ പകുതി കഴിക്കുന്നത് ഞങ്ങൾ ഓഫീസിലുള്ള ആൾക്കാരാണ് കേട്ടോ. അമ്മച്ചിയോട് ഞങ്ങളെല്ലാവരും അമ്മച്ചിയുടെ ഫാനാണ് കിച്ചണിലെ. ആ മീൻകറി വാങ്ങിക്കിട്ട് വെച്ചിട്ടുള്ള നാടൻ മീൻകറി ഉണ്ടല്ലേ, തൃശ്ശൂർ മീൻകറി, അടിപൊളിയാ. മമ്മിയുടെ കുക്കിംഗ് അത്ര സൂപ്പർ ആയതുകൊണ്ടല്ലേ ഞാൻ ബാംഗ്ലൂരിൽ ഓടി പോകുന്നത്. അതന്നെ. അതെ, ശരത്തമ്മ പറഞ്ഞിട്ടില്ലേ അവർ ബാംഗ്ലൂർ പോയതാ. മമ്മിയുടെ കുക്കിംഗ് ഞാൻ 4 കൊല്ലം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. 4ാമത്തെ കൊല്ലം ഞാൻ തിരിച്ചു ഓടി പോന്നു. കാരണം അവിടെ കിടന്ന് നമ്മൾ ഈ ഹോട്ടലിന്റെ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ എത്രയോ രുചികരമായ ഭക്ഷണം ഭയങ്കര മിസ് ചെയ്യും. ഗംഭീര കുക്കിംഗ് ആയിട്ട് അമ്മച്ചിയുടെ. ഞങ്ങൾ എല്ലാ കറിയും അമ്മച്ചിയുടെ ഏകദേശം കഴിച്ചിട്ടുണ്ട് ഓഫീസിൽ വെച്ചിട്ട്. ഞാൻ പറഞ്ഞ ശരത്തെ അമ്മയുടെ ഒരു റെസിപ്പി നമുക്ക് വേണം നമ്മുടെ ചാനലിൽ നിന്ന്. നന്നായിട്ട് ചൂടാവണം. സ്ലോ കുക്കിംഗ് ആണ്. മറ്റേ നമ്മള് ബാക്കിയുള്ള പോർക്ക് കുക്കറിൽ അടിച്ചു, നമ്മൾ മറ്റേ ഫ്രൈ ചെയ്തു, മറ്റേ തേങ്ങയും മറ്റേ നമ്മുടെ മസാലയ്ക്ക് ഇട്ട് പെട്ടെന്ന് ഇളക്കി എടുക്കുന്ന പരിപാടി ഇത് നടക്കില്ല. സ്ലോ കുക്ക് ചെയ്ത് എടുക്കുന്ന ഒരു ഐറ്റം. ഇത് നല്ല പതുക്കനെ കിടന്നിട്ട് വെളിച്ചെണ്ണയൊന്നും ഇല്ലാത്തത് കൊണ്ട് പതുക്കനെ ചെറിയ ചൂടിലിട്ടിട്ട് ഇങ്ങനെ വറുത്ത് വരണം അല്ലേ? ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പാചകത്തിന്റെ ഒരു റെസിപ്പി ഞാൻ കാണുന്നത് മനസ്സിലാക്കുന്നുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ ചാനലില് ഒരു മുതൽക്കൂട്ട ഈ ഒരു റെസിപ്പി. അമ്മച്ചി വേറെ എന്തൊക്കെയാ സ്പെഷ്യല്? ഞാൻ വീണ്ടും വരും. മമ്മിയുടെ മീൻ കറികൾ 5 ടൈപ്പ് മീൻ കറികളുണ്ട്. ഞാൻ കുറച്ച് മീൻ മേടിച്ച് ഇടയ്ക്കിടയ്ക്ക് വരട്ടെ ക്യാമറ കൊണ്ടിട്ട്. പച്ചക്കുരുമുളക് അരച്ച മീൻ കറി. പച്ചക്കുരുമുളക് അരച്ച മീൻ കറി. ഇപ്പൊ കുരുമുളക് ഉണ്ടായി തുടങ്ങാൻ പോണ സീസണാ, മഴക്കാലം കഴിഞ്ഞ. അമ്മച്ചിയെ നാടൻ മീനാണോ പുഴ മീനാക്കിയാണോ വെക്കുക? അത് മത്തി, ചാള, അടിപൊളി നെയ്ച്ചാള. പിന്നെ മമ്മി വറ്റിച്ച് വെക്കുന്നത് അത് ഒരു വേറെ റേഞ്ച് വറ്റിച്ച് വെക്കില്ല. ഓക്കെ. പിന്നെ നമ്മുടെ നാടൻ
മറ്റേ മാങ്ങിട്ടുള്ള മീൻകറി നാളികേരപ്പാൽ ഒഴിച്ചിട്ടുള്ളത് പിന്നെ നാളികേര അരച്ച് ചേർത്ത് നാളികേരപ്പാൽ ഒഴിച്ചിട്ടുള്ള മീൻകറി ഒന്നും പറയണ്ട, ഞങ്ങള് കഴിച്ചിട്ടുണ്ട്. പിന്നെ നാളികേരം അരച്ച് ചേർത്ത് മീൻകറി അത് വേറെ. അപ്പൊ മമ്മിയുടെ മീൻ അതായത് മമ്മിയുടെ വേറെ ഫുഡുകളുടെ എന്താ പറയാ കുരുമുളക് പച്ചക്കുരുമുളക് ഇട്ടിട്ടുള്ള ഐറ്റം നമുക്കൊന്ന് മത്തി കിട്ടുമ്പോ അല്ല കുരുമുളക് ശരിയാവുമ്പോ മത്തി കിട്ടുമ്പോ നമുക്ക് മറ്റേ നെയ്ച്ചാളുകള് കിട്ടുമ്പോ അതൊന്ന് ചെയ്തരണേ അമ്മേ. അതെ ജനുവരിയിൽ ഞാനിവിടെ ഇന്ത്യയിൽ ഉണ്ടോന്ന് അറിയില്ല. കിട്ടും അല്ലേ? ഓക്കെ, ഞാൻ ഉണ്ടെങ്കിൽ വന്നിട്ട് എടുക്കും എന്തായാലും, അല്ലെങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യം വന്നിട്ട് ഞാൻ ഉറപ്പായിട്ട് എടുക്കൂട്ടമ്മേ. അപ്പൊ എന്തായി വളരെ തീ കുറച്ചിട്ടിട്ടാണ് കേട്ടോ ചെയ്യണേ, വളരെ തീ കുറച്ചിട്ടിട്ടാണ് ചെയ്യണേ. ശരിക്കും ഈ ഒരു കാര്യം സെറ്റ് ചെയ്തെടുക്കാൻ നല്ല ക്ഷമ വേണം അല്ലേ? ഒരു 10-15 മിനിറ്റ് നിന്ന് മെല്ലെ വല്ലാതെ മൂപ്പ് കൂടാതെ മെല്ലെ മുരിയിക്കണം. ഓക്കെ ഓക്കെ, ഇതാണ് ഇതിൽ ആക്കപ്പാടിലെ ശരിക്കുള്ള പണി. 3 അല്ലേ? ഓക്കെ, വേവിച്ച് വെച്ച ഇറച്ചി ഇതിലേക്ക് അതിൻ്റെ ചാറോട് കൂടി പൊടികൾ ഇതിലേക്ക് അപ്പോൾ ആ കുക്കറിൽ നിന്ന് എടുത്തത് ഫുൾ വെള്ളം നെയ്യോടൊക്കെ കൂടിയിട്ട് നേരെ പാനിലേക്ക് ഒഴിച്ചു, വറുത്ത് വെച്ച അത് കൃത്യമായിട്ട് നേരെ ഇതിലേക്ക് ഇട്ടു അല്ലേ? നല്ല സ്മെല്ല് വന്നുണ്ട് കേട്ടോ. ഇനി ഇതിലിരുന്ന് ഇങ്ങനെ അത് കുറുകി ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഏകദേശം വരണം അല്ലേ? ഡ്രൈ അല്ല, നല്ല തിക്കായിട്ട് വരണം. ഓക്കെ, കൊടപ്പുളിയും തിളപ്പിച്ച വെള്ളം. ആഹാ, അത് ശരി. അപ്പൊ വേറെ ഫ്ലേവർ മൊത്തം ചേഞ്ച് വരും അല്ലേ? സാധാരണ നമ്മൾ കഴിക്കുന്നതില് ജോണി മാഷ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്, കറിയായോ എന്ന് നോക്കണേ. കൊടപ്പുള്ളി തിളപ്പിച്ച വെള്ളം അല്ലേ? ഇത് എത്ര കൊടപ്പുള്ളി ഇട്ടുണ്ടാവും അമ്മച്ചി? 4 കൊടപ്പുളി ഇട്ടിട്ട് 4 കൊടപ്പുളി ഇട്ടിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളം. ഓക്കെ, 4 ചീല് കൊടപ്പുള്ളി അല്ലേ? എന്നിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളം. ഇതാണ് ഇതിന്റെ വേറൊരു പ്രിപ്പറേഷൻ കേട്ടോ, സ്പെഷ്യൽ. ഓക്കെ, തിളച്ചുകൊണ്ട് വറ്റി സെറ്റ് ആവണം. ഇതില് ലാസ്റ്റ് കറിവേപ്പിലിട്ട് കറിവേപ്പില ലാസ്റ്റ് ഡയറക്റ്റിന് ഇടണം അല്ലേ? ഓക്കെ, ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും ഞാൻ ഒന്ന് കഴിക്കാതെ തയ്യാറെടുപ്പിൽ ഞാൻ നിൽക്കണേ. വായിൽ വെള്ളം വന്നിട്ട് വയ്യാട്ടമ്മച്ചേ. ഗംഭീരമായിട്ട് അതിൻ്റെ സ്മെല്ല് ഇങ്ങനെ അറിയാം, കാണുമ്പോഴും അതിൻ്റെ കളറൊക്കെ ഭയങ്കര വ്യത്യാസം വരണേ. കൂർഗ് പോർക്ക് അങ്ങനെ അടുപ്പത്ത് നമുക്ക് മെല്ലെ ഇറക്കള സമയമായി അല്ലേ? വെക്കാം. ചേർത്ത് ഐറ്റം റെഡി ആയി. ഓക്കെ, ശരത്തിന്റെ പെങ്ങള് കുട്ടി, മോളുടെ പേര് പറഞ്ഞേ? അനീവ. അനീവ പാട്ടൊക്കെ പാടുമോ? സാധാരണ ഞാൻ ആരെ കിട്ടിയാലും പാട്ട് പഠിപ്പിക്കലാണ് എൻ്റെ ഒരു പരിപാടി. എന്താ ചെയ്യാ, ഡാൻസ് കളിക്കുമോ? ഡാൻസ് കളിക്കും. ഓക്കെ, എന്തായാലും ഈ ഉടുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഗംഭീരായിട്ട്. അമ്മാമ്മ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ബാക്കിൽ അല്ലേ? എന്താ വിളിക്കുക? അമ്മാമ്മ തന്നെയല്ലേ വിളിക്കുക? മമ്മീന്ന് വിളിക്കുക അല്ലേ? ഒറ്റ ആൾക്കാർ ഇപ്പം അമ്മാമ്മന്ന് വിളിപ്പിക്കുന്നില്ല. അമ്മച്ചിയുടെ തന്നെ നാടൻ വെട്ടപ്പ് ഇതൊക്കെ ഞാൻ കുറേ തവണ കഴിച്ചിട്ട് ഇതിൻ്റെ ആരാധകനാണ് കേട്ടോ നമ്മൾ. നമ്മുടെ ഐറ്റം ഒന്നും അല്ലേ? പോർക്ക്, കൂർഗ് പോർക്ക് അല്ലേ? ഓക്കെ, അടിപൊളി. അപ്പം അമ്മച്ചി നമുക്കിവിടെ തുടങ്ങല്ലേ? അപ്പം അങ്ങനെ നമ്മളുടെ ശരത്തിൻ്റെ അമ്മച്ചിയുടെ കൂർഗ് പോർക്ക് കറി എന്ന് പറഞ്ഞ് തെറ്റി വായിൽ വെള്ളം കൊണ്ടാണ്. ഒരു സ്ലിപ്പൊക്കെ ആർക്കും സംഭവിക്കും. നമ്മുടെ കൂർഗ് പോർക്ക് കറി നമ്മുടെ ടേബിളിന് മുമ്പിൽ വന്നിട്ടുണ്ട്. ഞാൻ ഈ ക്യാമറ പിടിച്ച് നിന്നിട്ട് ഇതിൻ്റെ വായിൽ വെള്ളം കൂടിയിട്ട് രക്ഷയുണ്ടായിരുന്നില്ല. നമ്മൾ പല പോർക്കിൻ്റെ ഫ്ലേവറും നമുക്ക് രുചിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇത് ഈ
കൂർഗ് കറിയുടെ ഒരു പ്രത്യേകത വളരെ സ്ലോ കുക്കിംഗ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഐറ്റം, നമ്മളുടെ കൊടപ്പുളി തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ് ഫൈനലി ഒഴിച്ചിട്ട് അത് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. തീരെ എണ്ണ ഉപയോഗിക്കില്ല എന്നതാണ് വേറൊരു കാര്യം. ശരിക്കും ക്ഷമയോട് കൂടിയിട്ട് നല്ല ക്ഷമ വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. അമ്മമാരായിട്ടും ആരാണെങ്കിലും വായിൽ വെള്ളം വരാന്നുള്ളൊരു കുഴപ്പമില്ല. എന്താണെന്ന് അറിയില്ല, അതൊരു ഡോക്ടറെ കാണിക്കേണ്ടി വരുമോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? കൊടപ്പുള്ളിയുടെ ഒരു ഫ്ലേവറും സാധാരണ രീതിയിൽ മുളകും ഇതൊക്കെ നമ്മൾ എണ്ണയിൽ മൂപ്പിച്ചിട്ടല്ല നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്. ഇതല്ല, ശരിക്കും ഡയറക്റ്റ് അങ്ങനെ തന്നെ ഇടാ ചെയ്യണേ. അതിൻ്റെ ഒരു ഫീലും അതിൻ്റെ ടേസ്റ്റും ഭയങ്കര വ്യത്യാസമാണ്. അപ്പം ഞാൻ പോർക്കിൻ്റെ കൂടെ എനിക്ക് അമ്മച്ചി തന്നേക്കുന്നത് വട്ടയപ്പാണ്. വട്ടയപ്പം ഞാൻ ധാരാളം തവണ ശരത്ത് ഓഫീസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വട്ടയപ്പം ഞാൻ ധാരാളം കഴിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അമ്മച്ചിയെ. അപ്പോൾ അതേ ഈ കൂർഗ് എന്ന് പറഞ്ഞ പോർക്ക് കറിയുടെ കൂടെ കഴിക്കുന്ന ആദ്യമായിട്ടാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് വീട്ടിൽ ഈസിയായിട്ട് കഴിക്കാൻ പറ്റും. ഭയങ്കര ഈസിയാണ്, വയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഐറ്റം നിങ്ങൾ വെക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ചെയ്യാൻ, അടിപൊളിയായിട്ടാണ്. എന്തായാലും എൻ്റെ വീട്ടിൽ ഞാൻ ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ നമ്മളാരും അങ്ങനെ ഈ ഒരു പ്രിപ്പറേഷൻ ചെയ്യാറില്ല. ഇപ്പോൾ റെഡി ആയിട്ട് കൊള്ളാമെന്നല്ല, സൂപ്പറായിട്ടാ. ഭയങ്കര ഇഷ്ടമായി. അതെ, കൊള്ളാമെന്ന് നമുക്ക് ഇഷ്ടമായില്ല. അപ്പോൾ ഗംഭീരമായിട്ട്. അപ്പോൾ പോർക്ക് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വ്യത്യസ്തമായ രുചിയാണ്, വയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ആദ്യത്തെ ആ മുളക് ഒന്ന് എടുക്കുന്ന ആ ഒരു സമയം മാത്രമേ വേണ്ടൂ. അപ്പോൾ ഞാനിതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് വരാം കേട്ടോ. ഇത് ചിക്കൻ വെച്ചിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ എനിക്ക് പായസം അമ്മിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയാണ് അമ്മച്ചി പറയും ഞങ്ങളുടെ അന്തോണിസ് പുണ്യാണ്. അത് ഇവിടെ അന്തോണിസ് പുണ്യാണോ? അന്തോണിസ് പുണ്യാളുടെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അമ്മച്ചി അന്തോണിസ് പുണ്യാളുടെ പെരുന്നാളിനോട് അനുബന്ധിച്ച് പള്ളിയിൽ നിന്ന് കിട്ടിയ കിറ്റിൽ ഗംഭീര പായസം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം അത് കഴിക്കാനായിട്ട്. അപ്പം ഇവിടെ ഞാനൊന്ന് സൈസായിട്ട് ഇപ്പം അങ്ങോട്ട് വരാം. ഓക്കെ. അപ്പൊ കടികളെ അടിപൊളി കൂർഗ് നമ്മളുടെ പോർക്ക് കറി. ഈ എന്താ പറയാ, കൊടപ്പുളി ഇട്ടിട്ട് നമ്മൾ ആ കറീനെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്ര ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കറിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അമ്മച്ചി പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ വേറൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു. ഇവിടെ ഇതൊരു വെറൈറ്റി കറി വെച്ചപ്പോൾ ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു. അമ്മച്ചിയുടെ മീൻകറിയൊക്കെ ഞാൻ പല തവണ കഴിച്ചിട്ടുണ്ട്. ഓഫീസിൽ ശരത്തിൻ്റെ അമ്മ വലിയ കണ്ടെയ്നറിലാണ് ശരിക്കും പറഞ്ഞാൽ കറിയും ഈ ചോറും കൊടുത്ത് ഇവിടെ പകുതി ഊണ് ഞാനാണ് കഴിക്കാറ്. സത്യത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഞാൻ അങ്ങനെ പകുതി ഊണ് ഞാൻ ശരത്തിന് കഴിക്കാറുണ്ട്. ഓഫീസിൽ ഞാൻ അങ്ങനെ ചോറ് കൊണ്ടുപോയി വളരെ കുറവാണ്. അപ്പം ഞാൻ പറഞ്ഞുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന അമ്മച്ചിയുടെ കയ്യിൽ വീണ്ടും വേറെ കുറേ റെസിപ്പികൾ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. നല്ല മീൻ അച്ചാറ് മമ്മി ഇടും എന്ന് പറഞ്ഞു. അപ്പം തീർച്ചയായിട്ടും അമ്മച്ചിയുടെ മീൻ അച്ചാറ് ഒന്ന് ട്രൈ ചെയ്യണം. ഞാൻ പറയാലോ അല്ലേ? തീർച്ചയായിട്ടും വന്നോന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഈ വയറും ഈ ക്യാമറയുമായിട്ട് ഞാൻ വീണ്ടും അമ്മച്ചിനെ കാണാൻ വരുന്നു ഓർമ്മിപ്പിച്ചുകൊണ്ട് ജോണി മാഷിനോടും അതുപോലെ തന്നെ അളിയ നമസ്കാരം, അളിയനോടും പെങ്ങളോടും പിന്നെ നമ്മുടെ സ്വന്തം ശരത്തിനോടും പറഞ്ഞ് ഞാനൊരു കാര്യം കൂടി പറയട്ടെ. എൻ്റെ പല ഫുഡിൻ്റെ വ്ളോഗിൻ്റെ ക്യാമറയും ചലിപ്പിച്ചേക്കുന്നത് നമ്മുടെ ശരത്താണ്. അതിൻ്റെ പിന്നിലത്തെ ക്യാമറമാൻ പല വ്ളോഗും. അപ്പോൾ ഒരിക്കൽ കൂടി എന്താ പറയുക, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഈ കുടുംബത്തിൻ്റെ ഊഷ്മളമായ സ്വീകരണം ഞാൻ ആവോളം ആസ്വദിച്ചിട്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങണേ. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.